ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒട്ടും ഉള്ളില്ലാത്ത മുടിക്ക് ഉള്ളു തോന്നിക്കാനായിട്ടുള്ള ഒരു 5 ടിപ്സാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. അതിന് നമുക്ക് ഒരു കെമിക്കലോ വേറെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ മെഷീൻസോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ഒരു ചീപ്പ്, നമ്മുടെ കോമ്പ് മാത്രം വെച്ചിട്ട് എങ്ങനെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മുടി സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കളയാതെ നമ്മളുടെ ഈ 5 ടിപ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ 5 ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടിപ്സ് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഒരു കോമ്പ് മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഈ കോമ്പ് വെച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ ഉള്ളുള്ള പോലെ തോന്നിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മുടി പാർട്ടീഷൻ നടത്തുന്നത്, അതായത് ഞാനിങ്ങനെ സൈഡ് പാർട്ടീഷൻ എപ്പോഴും നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടീഷൻ നടത്തിയതിന് ശേഷം നമ്മുടെ മുടിയെല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബാക്ക് കോമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുടി ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്ക് കോമ്പ് ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസമാണിത്. അപ്പം നമ്മുടെ മുടി നല്ല രീതിയിൽ ഉള്ളുള്ള പോലെ തോന്നും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ബാക്ക് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കിടക്കും. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണോ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തേച്ച് ഇപ്പുറത്തേക്കൊന്ന് ചീവി കൊടുക്കുക. അതായത് നമ്മൾ എവിടോട്ടാണോ ചെയ്യുന്നത്, ഏത് സൈഡിലോട്ടാണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുക്കുക. അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഫ്രണ്ടിൽ നല്ല രീതിയിൽ നല്ലൊരു ഉള്ളുള്ള പോലെ തോന്നും. ഇങ്ങനെ നമ്മുടെ ഇപ്പുറത്തെ ഡയറക്ഷനിലോട്ട് ചിലപ്പോൾ നമുക്ക് പാർട്ടീഷൻ നടത്തി കഴിഞ്ഞാൽ ചില ആളുകൾക്കൊന്നും നമ്മുടെ ഷേപ്പ് മാറിപ്പോയി, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറും നമ്മൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എതിർ സൈഡിലോട്ടൊന്ന് കോംബ് ചെയ്യുക. അതിനുശേഷം പഴയ പോലെ തന്നെ നമ്മളുടെ മുടി നമ്മൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കോതി കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഉള്ളു വന്നതുപോലെ തോന്നും. അതാണ് മൂന്നാമത്തെ ടിപ്പ്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ പാർട്ടീഷൻ നടത്തുന്നത് അവിടെ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ മുടി ഇങ്ങനെ ടീസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പുറകിലേക്ക് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുറച്ച് മുടി ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് വരും. അതായത് ഇവിടെ ഒന്ന് കട്ടി കൂടിയതിലുള്ള പോലെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ മുടിയിൽ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടുപിടിച്ച പോലെ തോന്നും കേട്ടോ. അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടിയുടെ ഫ്രണ്ടിലുള്ള മുടിക്ക് നല്ല രീതിയിൽ ഉള്ളുള്ളതുപോലെ തോന്നും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതും വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ മുടിയെല്ലാം കൂടി നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് പിന്നിയിട്ട് കൊടുക്കാം. നമ്മൾ 3 എടുത്തിട്ട് പിന്നിടുമല്ലോ, ആ രീതിയിൽ നമ്മുടെ ഈ മുടിയൊന്ന് നമുക്ക് പിന്നിടുക ചെയ്യേണ്ടത്, ഫ്രണ്ടിലോട്ട് എടുത്തിട്ട്. അപ്പോൾ പിന്നിടുമ്പോൾ നിങ്ങൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിന്നിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് പിന്നി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നാളെയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടി ഒന്ന് പിന്നിയിട്ടിട്ട് രാത്രി കിടന്നുറങ്ങുക. അന്ന് കഴിയുമ്പോൾ രാത്രി കിടന്നുറങ്ങി നമ്മൾ പിറ്റേ ദിവസം ഫംഗ്ഷന് പോകേണ്ട ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഈ മുടി അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും. അപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലപോലെ നല്ല ഉള്ളു കിട്ടിയതുപോലെ തോന്നും. ഞാൻ നമ്മുടെ മുടി കുറച്ച് സമയത്തേനെ പിന്നിയിട്ടിട്ടുള്ളൂ. നമുക്ക് ഫംഗ്ഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓവർനൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. മുടി ചീകിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുടി എണ്ണമയമുള്ള മുടിയാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പറന്ന് നിൽക്കും. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ടുള്ള നമുക്കുള്ള ട്രിക്സ് ഈ 5 എണ്ണമാണ്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ അഡീഷണൽ ആയിട്ട് പറയുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്കൊരു ഡ്രൈ ഷാമ്പു ഉപയോഗിക്കാം. അതായത് നമ്മളൊരു പാർട്ടിക്ക് പോകുന്നതിനൊക്കെ മുന്നേ നമുക്കൊരു ഡ്രൈ ഷാമ്പു ഉപയോഗിക്കാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ എൻ്റെ ഡ്രൈ ഷാമ്പു തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് തീർന്നിരിക്കുന്നത് കണ്ടത്. എന്നാലും ഇതും ഒരു നല്ല യൂസ്ഫുൾ മെത്തേഡാണ്, അതുകൊണ്ട് ഞാൻ അതും കൂടി ഷെയർ ചെയ്യാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്, ഡ്രൈ ഷാമ്പു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ബ്യൂട്ടി ഷോപ്പിൽ, ലേഡീസ് സ്റ്റോർ അങ്ങനത്തെ കടയിൽ പോയാലും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഡ്രൈ ഷാമ്പു. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 5 ടിപ്പുകൾ. അപ്പോൾ നമ്മുടെ ഈ 5 ടിപ്പുകൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷെയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. അപ്പോൾ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും